നമസ്കാരം. നിലമ്പൂരിൽ ഉപതെരഞ്ഞെടുപ്പ് പ്രചാരണം ഇപ്പോൾ തീ പാറുന്ന രീതിയിൽ തന്നെ അവസാന ലാപ്പിലേക്ക് കടന്നിരിക്കുകയാണ്. അതിൻ്റെ സൂചനയെന്നോണം ആദ്യ പ്രീപോൾ സർവേ ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ്. ദേശീയ തലത്തിൽ തന്നെ നിരവധിയായിട്ടുള്ള തെരഞ്ഞെടുപ്പുകളിൽ വിജയകരമായി തന്നെ പ്രീപോൾ സർവേ നടത്തിയിട്ടുള്ള ലോക് പോൾ എന്ന ഏജൻസിയാണ് നിലമ്പൂർ അടക്കമുള്ള നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്ന രാജ്യത്തെ 5 മണ്ഡലങ്ങളുടെ പ്രീപോൾ സർവേ ഫലം ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത്. നിലമ്പൂരിൽ UDF വലിയ വിജയം നേടാനാകുമെന്നാണ് ഈ സർവേയുടെ കണ്ടെത്തൽ. UDF സ്ഥാനാർത്ഥി ആര്യടൻ ഷൗക്കത്തിന് അവിടെ 47% വോട്ട് ലഭിക്കുമ്പോൾ M സ്വരാജിനാകട്ടെ 37% വോട്ട് മാത്രമേ ലഭിക്കുകയുള്ളൂ എന്നാണ് ഈ സർവേയുടെ കണ്ടെത്തൽ. 2,30,000-ഓളം വോട്ടർമാരുള്ള മണ്ഡലത്തിൽ അവിടെ ശരാശരി മുൻപൊക്കെയുള്ള കണക്കുകൾ വെച്ച് പരിശോധിക്കുമ്പോൾ 1,80,000-ഓളം വോട്ട് പോൾ ചെയ്യണം. അങ്ങനെ വന്നാൽ ഈ 47% എന്ന് പറയുന്നത് 86,000-ലധികം വോട്ടാകും. LDF സ്ഥാനാർത്ഥി M സ്വരാജിന് കിട്ടാൻ പോകുന്നത് 37% എന്ന് പറഞ്ഞാൽ ഒരു 66,000 വോട്ടാകും ലഭിക്കുക. ശരാശരി 20,000 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിലുള്ള വിജയം 11% വിജയ മാർജിനാണ് ലോക് പോൾ സർവേ വഴി പ്രവചിക്കുന്നത്. ലോക് പോൾ വലിയ സാമ്പിളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് തരക്കേടില്ലാത്ത രീതിയിലൊക്കെ തന്നെ സർവേ നടത്തുന്ന ഒരു ഏജൻസിയാണ്. എന്നാൽ പോലും അവരുടെ തെരഞ്ഞെടുപ്പ് പ്രവചനങ്ങൾ പലതും തെറ്റിയിട്ടുമുണ്ട്, ചിലതൊക്കെ ശരിയായിട്ടുമുണ്ട്. എങ്കിൽ പോലും ദേശീയ തലത്തിൽ ഇത്രയധികം വളരെയധികം അംഗീകാരം നേടിയിട്ടുള്ള ഒരു ഏജൻസി എന്നുള്ള നിലയിൽ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ട് അവർ ആദ്യമായി പുറത്തുവിടുന്ന ഈ ഒരു സർവേ ഫലത്തെ വളരെ ഗൗരവത്തോടു കൂടി കാണേണ്ടതായിട്ടുണ്ട്. ഈ ഒരു വലിയ വ്യത്യാസം, അതായത് 11% വ്യത്യാസം ഉണ്ടാകുന്നതിന് കാരണമായിട്ട് അവർ ചൂണ്ടിക്കാട്ടുന്നതിലൊന്ന് M സ്വരാജ് ഒരു പാരച്യൂട്ട് കാൻഡിഡേറ്റ് ആണ് എന്നതാണ്. അതാകട്ടെ അവർ അടിവരയിട്ട് പറയുന്നുമുണ്ട്. സ്വരാജ് ഒരിക്കലും നിലമ്പൂരിനെ സംബന്ധിച്ചിടത്തോളം ഒരു പാരച്യൂട്ട് കാൻഡിഡേറ്റ് അല്ല. സ്വരാജിനെ കഴിഞ്ഞ കുറേ നാളുകളായിട്ട് ആ മണ്ഡലത്തിൻ്റെ ചുമതലയൊക്കെ നൽകി അവിടെ അങ്ങനെ സജീവമാക്കി നിർത്തിയിട്ടുണ്ടായി. ഒരു അവസരം കിട്ടിയപ്പോൾ അത് ഇടതുപക്ഷം അവിടെ ഉപയോഗിച്ചു എന്ന് മാത്രം. അതുകൊണ്ട് സ്വരാജ് നിലമ്പൂരിന് അത്ര അപരിചിതനായിട്ടുള്ള ഒരു വ്യക്തിത്വമല്ല. പിന്നെ അതുപോലെ നാഷണൽ ഹൈവേയുമായി ബന്ധപ്പെട്ട് സർക്കാരിനെതിരായിട്ടുള്ള വലിയ വികാരം ഉണ്ടായിരിക്കുന്നു എന്നുള്ള തരത്തിലുള്ള ഒരു കണ്ടെത്തലും ഈ ലോക് പോൾ സർവേയിൽ നടത്തിയിട്ടുണ്ട്. വന്യജീവി ആക്രമണവുമായി ബന്ധപ്പെട്ടും സർക്കാരിനെതിരെ മാത്രം, അതായത് സംസ്ഥാന സർക്കാരിനെതിരെ മാത്രം ഒരു രോക്ഷം ഉണ്ട് എന്നുള്ള നിലയിലും അവർ വിലയിരുത്തുന്നുണ്ട്. യഥാർത്ഥത്തിൽ ഈ 11% വ്യത്യാസം അവിടെ പറയുമ്പോഴും അവിടെ ഏറെ നിർണായക ശക്തിയാകുമെന്ന് കരുതുന്ന PV അൻവറിന് വെറും 4% മാത്രം വോട്ട് മാത്രമാണ് പറയുന്നത്. അതും BJPക്ക് പിന്നിലാണ് PV അൻവർ. BJPക്ക് ആകട്ടെ 5% വോട്ട് മാത്രമാണ് പറയുന്നത്. അത്തരത്തിൽ BJPക്ക് അവിടെ ശരാശരി 9,000 വോട്ട് ലഭിക്കാനുള്ള സാധ്യത ഉള്ളപ്പോൾ അൻവറിന് ഒരു 7,500 വോട്ടുകൾ വരെ കിട്ടുകയുള്ളൂ എന്നാണ് ഈ സർവേ പറയുന്നത്. അതും നിലമ്പൂരിൻ്റെ രാഷ്ട്രീയ സാഹചര്യം വെച്ച് നമ്മൾ കൃത്യമായി പരിശോധിക്കുമ്പോൾ അത്ര കണ്ട് ശരിയാകണമെന്നില്ല. കാരണം അൻവർ കുറെ കൂടി മുകളിലേക്ക് പോകാനുള്ള ഒരു സാധ്യത അവിടെയുണ്ട്. അൻവർ ഒരു വലിയ ഇമ്പാക്റ്റ് ഒന്നും ഉണ്ടാക്കില്ല എങ്കിൽ പോലും ഒരു 10,000-അപ്പുറത്തേക്ക് വോട്ട് അദ്ദേഹത്തിൻ്റെ പെട്ടിയിലേക്ക് വന്ന് വീഴാനുള്ള സാധ്യത ഇപ്പോൾ അവിടെയുണ്ട്. ഇനി ഒരുപക്ഷെ BJPക്ക് മുകളിൽ 3ാം സ്ഥാനത്തേക്ക് അൻവർ വരാനുള്ള സാധ്യതയാണ് തെളിഞ്ഞു വരുന്നത്. എന്തായാലും ഈ നിലമ്പൂരിൻ്റെ വോട്ട് ചരിത്രം അത് കൃത്യമായിട്ട് നമ്മൾ എടുത്ത് പരിശോധിക്കുമ്പോൾ ഈ 19,000-ലധികം വോട്ടിൻ്റെ ഭൂരിപക്ഷം ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ തന്നെ അതും ലോക് പോളിനെ പോലെ ദേശീയ തലത്തിൽ ഇത്രയും ക്രെഡിബിലിറ്റി വെച്ച് പുലർത്തുന്ന ഒരു ഏജൻസി, അവിടെ ഈ UDF അനുകൂലമായിട്ടുള്ള ഒരു വികാരമുണ്ടെന്ന് പറഞ്ഞാൽ അതൊരു തരംഗം തന്നെയാണ്. പക്ഷേ അങ്ങനെ ആ ഒരു വലിയ തരംഗത്തിനുള്ള സാഹചര്യം ഒന്നും തന്നെ നിലമ്പൂരിൽ രൂപപ്പെട്ടിട്ടില്ല. എങ്കിൽ പോലും UDF അനുകൂലമായിട്ടുള്ള വികാരം UDF മണ്ഡലമായിട്ടുള്ള നിലമ്പൂരിലുണ്ട്. കഴിഞ്ഞ 2 തവണകളിലാകട്ടെ അൻവറിനെ ഉപയോഗിച്ച് അതിനെയെല്ലാം തന്നെ അതിജീവിക്കാൻ കഴിഞ്ഞത് ലീഗിലുണ്ടായ ഭിന്നതകൾ കൂടി അത് വളരെ കൃത്യമായി ഉപയോഗപ്പെടുത്തിയത് കൊണ്ടാണ്. ആ ഭിന്നത ഇപ്പോൾ ഇല്ല എന്നുള്ള യാഥാർത്ഥ്യമാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ നിലമ്പൂരിനെ സ്വാധീനിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകവും. അവിടെ മറ്റനവധി കാരണങ്ങൾ പോലും ലോക് പോൾ സർവേയിൽ അവതരിപ്പിക്കുന്നുണ്ടെങ്കിൽ പോലും അതൊന്നുമല്ല ശരിക്കും യഥാർത്ഥത്തിൽ നിലമ്പൂരിൻ്റെ ചിത്രമെന്ന് പറയുന്നത്. നിലമ്പൂരിൽ UDF അനുകൂലമായിട്ടുള്ള വികാരം നേരത്തെ മുതൽ തന്നെ ഉണ്ട് എന്നതാണ് യാഥാർത്ഥ്യം. അത് മറികടന്ന് അൻവർ നേടിയത് ഒരു അത്ഭുത വിജയം തന്നെയാണ്. കഴിഞ്ഞ 2 തവണയും അൻവർ നേടിയത് ഒരു അത്ഭുത വിജയം തന്നെയാണ്. അതിൽ യാതൊരു സംശയവുമില്ലാത്ത കാര്യമാണ്. ആ ഒരു അത്ഭുത വിജയം LDF ആവർത്തിക്കാൻ സാധിക്കാത്തതിനുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു കാരണം ഈ ലീഗിൽ ഉണ്ടായിരിക്കുന്ന ഒരു ഐക്യം തന്നെയാണ്. അതിന് PK കുഞ്ഞാലിക്കുട്ടി നേരിട്ട് തന്നെ നേതൃത്വം നൽകുന്നു എന്നുള്ളതാണ് ഇവിടെ എടുത്തു പറയേണ്ടതായിട്ടുള്ള മറ്റൊരു പ്രധാന സവിശേഷ കാര്യം. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ലീഗിനെ സംബന്ധിച്ചിടത്തോളം തോൽക്കാൻ പാടില്ലാത്ത ഒരു തെരഞ്ഞെടുപ്പായി തന്നെ അവർ ഇതിനെ കാണുന്നുമുണ്ട്. ലീഗാകട്ടെ പല ഘട്ടങ്ങളിലും, പ്രത്യേകിച്ചും പല നിർണായക ഘട്ടങ്ങളിൽ പോലും കോൺഗ്രസ് സ്ഥാനാർത്ഥികൾക്ക് സമ്പൂർണ്ണമായിട്ടുള്ള പിന്തുണ നൽകുകയും അവരെ വിജയിപ്പിക്കുകയും എല്ലാം തന്നെ ചെയ്തിട്ടുള്ളതാണ്. പക്ഷേ കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പുകളിലും ലീഗ് അങ്ങനെ ആയിരുന്നില്ല. അൻവർ ആദ്യമായി മത്സരിച്ച തെരഞ്ഞെടുപ്പിൽ ലീഗിൻ്റെ പരിപൂർണ്ണ നിസ്സഹകരണം UDF ക്യാമ്പിൽ നേരിട്ടിരുന്നു. എന്നാൽ പിന്നെ കഴിഞ്ഞ തവണ വന്നപ്പോൾ ആകട്ടെ അതിൽ കുറച്ച് പിന്തുണ അൻവർ ആകട്ടെ തൻ്റെ സ്വാധീനം ഉപയോഗിച്ചുകൊണ്ട് നേടിയെടുക്കുകയും ചെയ്തു.
കുറച്ച് ലീഗുകാർ അവരുടെ അമർഷം പ്രകടിപ്പിക്കുകയും ചെയ്തു. അതൊക്കെയാണ് നേരിയ വോട്ടിനുള്ള ഒരു പരാജയത്തിൻ്റെ കാരണമായിട്ട് UDFന് മാറുകയുണ്ടായത്. പക്ഷേ ഇവിടെ ഈ ലോക് പോൾ സർവേയിൽ ചൂണ്ടിക്കാട്ടുന്നത് പോലെ 48% വോട്ട് 86,000 വോട്ടിലേക്ക് UDFന് എത്താൻ സാധിക്കുന്നുണ്ടെങ്കിൽ അത് സമ്പൂർണ്ണമായിട്ട് UDF വോട്ടുകളെ സമാഹരിക്കാൻ കഴിയുന്നത് കൊണ്ട് തന്നെയാണ്. കാരണം രാഹുൽ ഗാന്ധിയുണ്ട്, പ്രിയങ്ക ഗാന്ധിയുണ്ട്, ഇവരൊക്കെ മത്സരിച്ചപ്പോൾ 90,000-ന് അപ്പുറത്തേക്ക് വോട്ട് ആ മണ്ഡലത്തിൽ നിന്ന് നേടുവാനായിട്ട് അവർക്ക് സാധിച്ചിട്ടുണ്ട്. അവിടെ 86,000 വോട്ടിലേക്ക് 48% എന്ന വോട്ടിലേക്ക് അവർക്ക് എത്താൻ സാധിക്കുന്നുണ്ടെങ്കിൽ അതൊരു വലിയ വിജയം തന്നെയാണ്. അങ്ങനെയെങ്കിൽ ലീഗിൻ്റെ സമ്പൂർണ്ണ സഹകരണം ഉറപ്പാക്കുന്ന വിജയമായി തന്നെ അത് മാറുകയും ചെയ്യുന്നതായിരിക്കും. അക്കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ഇവിടെ LDFനെ സംബന്ധിച്ചിടത്തോളം ഒരു ബേസ് വോട്ട്, അതായത് 30,000-നും 40,000-നും ഇടയിൽ നിൽക്കുന്ന ആ ബേസ് വോട്ട്, അവരെ സംബന്ധിച്ച് അത് 66,000 എന്ന കണക്കിലേക്ക് എത്തുന്നത് പോലും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ വളരെയധികം ആശ്വാസകരം തന്നെയാണ്. ഇപ്പോൾ ഈ ലോക് പോൾ സർവേ ചൂണ്ടിക്കാട്ടുന്ന മാർജിൻ വളരെ വലുതാണ്. ആ മാർജിൻ കൃത്യമായി പരിശോധിക്കുമ്പോൾ ഒരു ദയനീയ പരാജയം എന്നൊക്കെ വിശേഷിപ്പിക്കാമെങ്കിൽ പോലും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നമ്മൾ ലോക്സഭാ തെരഞ്ഞെടുപ്പ്, അതോടൊപ്പം തന്നെ ഇനി തദ്ദേശ തെരഞ്ഞെടുപ്പൊക്കെ തന്നെ പരിശോധിക്കുമ്പോൾ അതും അൻവർ കൂടിയുള്ള ഒരു സാഹചര്യമാണ്. ആ സാഹചര്യത്തിൽ പോലും അവിടെ CPMൻ്റെ ഇടതുപക്ഷത്തിൻ്റെ ബേസ് വോട്ട് എന്ന് പറയുന്നത് ഈ പറയുന്ന 50,000 60,000-ത്തിലും അതും മുന്നണി സംവിധാനം മുഴുവൻ ചേരുമ്പോൾ നിഷ്പക്ഷ വോട്ടുകളുടെ ഒഴുക്ക് കൂടി സംഭവിക്കുമ്പോൾ അപ്പോൾ ഈ 66,000 വോട്ട് അവിടെ നിലനിർത്താൻ സാധിക്കുമെന്ന് പറയുന്നുണ്ട്. എന്നാൽ പോലും പ്രചരണത്തിൻ്റെ അവസാന ലാപ്പിലേക്ക് ഇപ്പോൾ കടക്കുമ്പോൾ ഈ 50,000-ത്തോളം ഫ്ലോട്ടിംഗ് വോട്ടുകൾ ഉണ്ട് എന്ന് അവകാശപ്പെടുന്ന ആ ഒരു മണ്ഡലത്തിൽ സ്വാഭാവികമായിട്ടും അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ മാറ്റങ്ങൾ ഉണ്ടാകാം. എന്നാൽ പോലും ലോക് പോൾ ചൂണ്ടിക്കാട്ടിയിരിക്കുന്നത് പോലെ 4% ഒതുങ്ങുന്ന തരത്തിലുള്ള ഒരു ഹിഡൻ ഫാക്ടർ അല്ല PV അൻവർ എന്നതാണ് മറ്റൊരു കാര്യം. അവിടെ അൻവർ വ്യക്തമായി തന്നെ കളത്തിലുണ്ട് എന്നതാണ് ശ്രദ്ധേയം. അൻവറിന് ഏറെ സ്വാധീനമുള്ള മേഖലയാണ് നിലമ്പൂർ. കഴിഞ്ഞ 9 വർഷക്കാലം നിലമ്പൂരുകാരോടൊപ്പം തന്നെ നിന്ന അവരുടെ MLA ആയിരുന്ന വ്യക്തിയാണ് PV അൻവർ. അതുകൊണ്ട് എന്തൊക്കെ കാരണങ്ങൾ ഉണ്ടെങ്കിലും അൻവറിനോട് സ്വാഭാവികമായും അടുപ്പമുണ്ടാകാനിടയുള്ള സാധാരണക്കാരായിട്ടുള്ള വോട്ടർമാർ അവിടെയുണ്ട്. ആ സാധാരണക്കാരായ വോട്ടർമാരിൽ ഒരു വലിയ ശതമാനം നമ്മൾ നേരത്തെ പറഞ്ഞ ഈ ഫ്ലോട്ടിംഗ് വോട്ടുകളുടെ ഗണത്തിൽ ഉൾപ്പെടുന്നവരാണ്. അപ്പോൾ അവരുടെ വോട്ട് അത് എങ്ങോട്ട് പോകുമെന്നുള്ളത് ശരിക്കും നിലമ്പൂരിൻ്റെ വിധിയെഴുത്തിൽ വളരെ നിർണായക ഘടകമായി തന്നെ മാറുമെന്ന കാര്യത്തിൽ സംശയം വേണ്ട. എന്നാൽ ലോക് പോൾ കണ്ടെത്തിയതുപോലെ ഒരു മുൻതൂക്കം, അത് 48% വോട്ട് നേടിയുള്ള മുൻതൂക്കമാണോ എന്നുള്ളത് തീർച്ചയായിട്ടും നമ്മളെല്ലാവരും തന്നെ ഈ തെരഞ്ഞെടുപ്പിൽ കണ്ടറിയേണ്ട കാര്യം തന്നെയാണ്. പക്ഷേ ഒരു മുൻതൂക്കം അവിടെ ഉണ്ട് എന്ന് ലോക് പോൾ പ്രവചിക്കുന്നത് തീർച്ചയായിട്ടും നിലമ്പൂരിൻ്റെ രാഷ്ട്രീയ സാഹചര്യം പരിശോധിക്കുമ്പോൾ ശരി തന്നെയാണ്. കാരണം നിലമ്പൂരിനോടൊപ്പം തന്നെ അവർ പ്രീപോൾ സർവേ നടത്തി പുറത്തുവിട്ടിട്ടുള്ള ബാക്കിയുള്ള 4 മണ്ഡലങ്ങൾ കൂടിയുണ്ട്. അതിലൊന്ന് പശ്ചിമ ബംഗാളാണ്. അവിടെ TMC സുരക്ഷിതമായിട്ട് 50%-ലധികം വോട്ട് നേടി വലിയ മാർജിനിൽ വിജയിക്കുമെന്നാണ് പറയുന്നത്. ഗുജറാത്തിലാണ് 2 നിയമസഭാ മണ്ഡലങ്ങളുള്ളത്. അതിലൊന്ന് BJPയുടെ സിറ്റിംഗ് സീറ്റാണ്. അവിടെ കഴിഞ്ഞ തവണ വലിയ ഭൂരിപക്ഷത്തിൽ വിജയിച്ച ഒരു ഇടമാണെങ്കിൽ പോലും ഇത്തവണയാകട്ടെ ഒരു നേരിയ വ്യത്യാസത്തിൽ കോൺഗ്രസുമായിട്ടുള്ള പോരാട്ടത്തിൽ കഷ്ടിച്ചവിടെ രക്ഷപ്പെടുമെന്നാണ് സർവേ പറയുന്നത്. മറ്റൊന്ന് AAPയുടെ സിറ്റിംഗ് മണ്ഡലമായിരുന്നു. അത് AAPയുടെ ആ സിറ്റിംഗ് മണ്ഡലത്തിൽ AAP സുരക്ഷിതമായി തന്നെ വിജയിക്കുമെന്നാണ് പറയുന്നത്. ഇനി പഞ്ചാബിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്ന ഇടത്ത് അവിടെ കോൺഗ്രസിനാണ് മുൻതൂക്കമെന്നും പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെ 2 സീറ്റുകളിൽ കോൺഗ്രസ്, ഒരിടത്തെ BJP, പശ്ചിമ ബംഗാളിൽ TMC, ഗുജറാത്തിലെ ഒരു സീറ്റിൽ AAP എന്നിങ്ങനെയായിരിക്കും അതിൻ്റെ ഫലമെന്നാണ് ലോക് പോൾ അവരുടെ ബൈ ഇലക്ഷനുമായി ബന്ധപ്പെട്ട് ഈ 5 മണ്ഡലങ്ങളിൽ നടത്തിയിരിക്കുന്ന സർവേയുടെ ഫലം പുറത്തു വരുമ്പോൾ നൽകുന്ന സൂചന.